ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. IPLുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഡിസംബർ മാസത്തിൻ്റെ പകുതിയോടുകൂടി ഓപ്ഷൻ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത്തവണയും വിദേശത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ നടക്കാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും കൊൽക്കത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സാഹിൽ മൽഹോത്ര പങ്കുവച്ചിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകനാണ് ഇദ്ദേഹം. ഒരു ലൈവ് പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം. അതായത് കൊൽക്കത്ത കാര്യമായ അഴിച്ചുപണികൾ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വെങ്കടേഷ് അയ്യർ, അതുപോലെ തന്നെ കിൻഡൻ ഡീകോക്ക്, സ്പെൻസർ ജോൺസൺ തുടങ്ങിയ താരങ്ങളെ ഒഴിവാക്കാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും KL രാഹുലിന് വേണ്ടി കൊൽക്കത്ത ഇപ്പോൾ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമാണ് രാഹുൽ. നിലവിൽ കൊൽക്കത്തയ്ക്ക് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലിന് ആവശ്യമുണ്ട്. നല്ല ഒരു വിക്കറ്റ് കീപ്പറെ ആവശ്യമുണ്ട്. ആ സ്ഥാനത്തേക്കാണ് രാഹുലിനെ ഇപ്പോൾ അവർ പരിഗണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്ന ഒരു കാര്യം, സൂപ്പർ താരത്തെ പോലും കൈവിടാൻ കൊൽക്കത്ത തയ്യാറായി കഴിഞ്ഞു എന്നാണ്. അതായത് ആന്ദ്രെ റസലിനെ കൈമാറാൻ പോലും, അതല്ലെങ്കിൽ ഒഴിവാക്കാൻ പോലും ഇപ്പോൾ കൊൽക്കത്ത തയ്യാറായി കഴിഞ്ഞു. അതിനേക്കാൾ പ്രാധാന്യം അവർ KL രാഹുലിനാണ് നൽകുന്നത് എന്നാണ് സാഹിൽ മൽഹോത്ര ആ ഒരു ലൈവ് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സഞ്ജു സാംസണിൽ കൊൽക്കത്തക്ക് താല്പര്യമുണ്ട്. അത് വ്യക്തമായ ഒരു കാര്യമാണ്. പക്ഷേ സഞ്ജു സാംസണിന് വേണ്ടി രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്തയുടെ സുപ്രധാന താരങ്ങളിൽ ഒരാളെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് സാഹിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് തങ്ങളുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ശക്തിപ്പെടുത്താൻ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുൺ ചക്രവർത്തി അതല്ലെങ്കിൽ സുനിൽ നരൈൻ, ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ സഞ്ജുവിന് പകരമായി കൊണ്ട് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെടും എന്നാണ് സാഹിൽ മൽഹോത്ര കണ്ടെത്തിയിട്ടുള്ളത്. കൊൽക്കത്തയുടെ വളരെ പ്രധാനപ്പെട്ട താരങ്ങളാണ് സുനിലും അതുപോലെ തന്നെ വരുണും. അതുകൊണ്ട് തന്നെ ഈ താരങ്ങളെ കൊൽക്കത്ത കൈവിടാൻ സാധ്യത കുറവാണ്. നിലവിൽ KL രാഹുലിനെ സ്വന്തമാക്കുന്നതിലാണ് അവർ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും സഞ്ജു സാംസൺ വരിക. ഏതായാലും രാഹുലിനെ കൊണ്ടുവരാൻ കൊൽക്കത്ത ഇപ്പോൾ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.